मम पार्वती पदये सच्चिदानन्दरूपाय ईश्वरतत्त्वादिहेतवे तावत्रविनाशाय श्रीकृष्णाय नमः। गुरवे सर्वयोगानां विषये सर्वरोगिणां भये सर्वविद्यानां कृष्णान्ते सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके मूकं करोति वाचालं पङ्गुं लङ्घयते कृपादहं वन्दे जनानन्दमातरम्। ब्रह्माद्यस्य यदन्ययादिजगतः सविघ्नस्वरान् तेने ब्रह्मपुराणाय आदिरवयेन्द्रियसूरय तेजोवादिमुदां यथाविनयो यत्र सर्वोऽजा राम्यास्येन सदा निरस्तभगवन् सत्यं परं धीमहि। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द। ശ്രീമദ്ഭാഗവതം ആരംഭിക്കുന്നത് ഒരു പ്രഖ്യാപനത്തിലൂടെ. എൻ്റെ പ്രഖ്യാപനം സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തിനെ ധീമഹി എന്ന് പറഞ്ഞാൽ അതിനെ നോക്കിക്കൊണ്ടിരുന്നു അനുസന്ധാനം ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് മാത്രമല്ല അതിനെ അനുസന്ധാനം ചെയ്യുന്നത്. അതൊരു വിശേഷമുണ്ട്. വെറും സത്യം അല്ലാതെ സത്യം പരം ധീമഹി എന്ന് പറയും. പിന്നെ സത്യത്തിന് പരമമായിട്ട് സത്യം, പരമല്ലാത്ത സത്യം, സത്യമുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളൂ. എന്തിനാ വിശേഷം വെച്ചാൽ സത്യം പല വിധമുണ്ട്. സത്യത്തിൻ്റെ വാക്ക് പറഞ്ഞാലും സത്യത്തിന് 3 ഭാഗമുണ്ട്. ഒന്ന് പാരമാർത്ഥ്യമായിട്ടുള്ള സത്യം, രണ്ടാമത് പ്രാതിഭാസികമായിട്ടുള്ള സത്യം, പ്രാതിഭാസികം വെച്ചാൽ അത് പറയാം. പിന്നെ മൂന്നാമത് വ്യാവഹാരിക സത്യം. 3 സത്യം 3 വിധമുണ്ട്. സത്യം എന്ന് മാത്രം പറഞ്ഞാൽ മുഴുവനാവില്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാതെ ബാക്കി പോകും. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം എന്ന് വാക്കിൻ്റെ അർത്ഥം പറയാതെ ഇടയ്ക്കിടയ്ക്ക് സത്യം സത്യം എൻ്റെ സത്യം ത്രികാല 3 കാലത്ത് ഉള്ളതെന്ന് അർത്ഥം. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാവും എന്ന് പറയാവുന്നുണ്ടെങ്കിൽ അതാണ് സത്യം. ആ സത്യം 3 വിധം എന്ന് പറയാൻ കാരണം ഒന്ന് ശാശ്വതമായ ഒരിക്കലും മാറാത്തതായിട്ടുള്ള സത്യം, രണ്ടാമത്തെ പ്രാതിഭാസിക സത്യം. കാണുമ്പോൾ സത്യമാണെന്ന് തോന്നും, പരിശോധിക്കുമ്പോൾ സത്യമല്ല. കാണുമ്പോൾ സത്യമായിട്ട് തോന്നും, പരിശോധിച്ചാൽ സത്യമല്ല എന്ന് മനസ്സിലാവും. ഇതാണ് പ്രാതിഭാസിക. ഉദാഹരണത്തിന് മാല. ഈ മാല സത്യമാണ് ഇപ്പോൾ, അല്ലേ? ആ മാലയിൽ നിന്ന് വള്ളിയും പൂവെടുത്ത് മാറ്റിയാലോ? മാലയാണ് സത്യം, വള്ളിയാണ് സത്യം, പൂവാണ് സത്യം. അത് നമ്മുടെ വസ്ത്രം സത്യമാണെന്ന് തോന്നും. ആ വസ്ത്രത്തിൽ നിന്ന് നൂലൊക്കെ എടുത്ത് മാറ്റിയാലോ? അപ്പോൾ നൂലാണ് സത്യം തോന്നും. ഇല്ലേ? സത്യത്തിൽ വസ്ത്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നൂല് പിന്നെ കൂടി ചേർന്നപ്പോൾ വസ്ത്രമായിട്ട് നമുക്ക് തോന്നിയതല്ലേ? അപ്പോൾ അതിനെയാണ് പ്രാതിഭാസികം എന്ന് പറയുക. അനുഭവത്തിൽ സത്യമാണ്, സ്വകാലയ സത്യവദ്ഭാവി. അനുഭവത്തിൽ സത്യമാണെങ്കിലും പരിശോധിച്ച സത്യമല്ലാത്തത് പ്രാതിഭാസിക സത്യം. ഈ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കും മനസ്സും പ്രവൃത്തി വന്നാവും. മനോവാച പ്രതിഷ്ഠിത എന്നാണ് വേദം. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതേ പറയാവും, എന്ത് പറയുന്നോ അതേ പ്രവർത്തിക്കാം. വാക്ക്, മനസ്സ്, പ്രവൃത്തി, ഇത് 3ഉം ഒന്നായി തീർന്നാൽ അതിനെയാണ് വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. ആ സത്യം പൊതുവെ കാണാറില്ല, അല്ലേ? പറയണമെന്ന്, ചിന്തിക്കണമെന്ന്, പ്രവർത്തിക്കണം വേറെ അങ്ങനെയല്ല കാണാൻ. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ വാക്കും മനസ്സും പ്രവൃത്തി വന്നാൽ വ്യാവഹാരിക സത്യമായി. ഈ സത്യം തന്നെ 3 വിധത്തിലുണ്ട്. ഇത് ഭാഗവത്തിൻ്റെ ആദ്യത്തെ 3 ശ്ലോകം മനസ്സിലാക്കിയാൽ മിക്കവാറും ഭാഗവത്തിന് ആശയം കിട്ടും. വളരെ ഗഹനാണ് ആദ്യത്തെ 3 ശ്ലോകം. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിലാണിത് സത്യം പരം ധീമഹി. അപ്പം ഞങ്ങൾ ആ പരമമായ സത്യത്തിനെ അനുസന്ധാനം ചെയ്യുന്നതാണ്. അതാണ് ഭാഗവത്തിൻ്റെ വിഷയം. ഭാഗവത്തിൽ പറയാനുള്ള എല്ലാം ഈ ഒരൊറ്റ വിഷയത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ്, പരമമായിട്ട് സത്യം. അപ്പോൾ ഒരു ശാസ്ത്രഗ്രന്ഥം അഭ്യസിക്കുമ്പോൾ 4 കാര്യങ്ങൾ ആദ്യം പറയണമെന്ന് നിയമമുണ്ട്. നല്ല ശാസ്ത്രമാവുള്ളൂ. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ശാസ്ത്രമാവില്ല.
ശാസ്ത്രം ഭാഗവത ശാസ്ത്രവുമാണ്, പുരാണമാണ്. എന്നുവെച്ചാൽ ഭാഗവതത്തിൻ്റെ എല്ലാ അധ്യായത്തിൻ്റെ അവസാനത്തിലും ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്ന് പറയുന്നത്. അപ്പോൾ പുരാണമാണ്. അതേസമയത്തോ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം പലവും തീരേണ ഭാഷയിൽ നിന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രമാണ്. ശാസ്ത്രഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ 4 കാര്യങ്ങൾ ആദ്യം തന്നെ പറയണമെന്ന് നിയമമുണ്ട്. അനുബന്ധ രജിസ്റ്റർ എന്ന് പറയും. അനുബന്ധ രജിസ്റ്റർ. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ഈ പുസ്തകത്തിൽ പറയാൻ പോണ വിഷയം എന്താണെന്ന് ആദ്യം പറയണം. അല്ലാതെ എന്താണെന്ന് മനസ്സിലാവില്ല. അവസാനം ഒരു വായിച്ചാലും എന്താ പറഞ്ഞത് അങ്ങനെ ഒരു എന്തുണ്ടാവില്ല. ചില പ്രഭാഷണം കേട്ടാൽ അങ്ങനെയല്ലേ, പ്രഭാഷണമൊക്കെ കേമായി. അവസാനം എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. അപ്പോൾ കേമായി തന്നെ ഇത്ര ഗംഭീരമായി ഒന്നും മനസ്സിലായില്ല. കേമായി. അങ്ങനെയല്ല, ക്ലാരിറ്റി വേണം. ശാസ്ത്രത്തിന് ഏറ്റവും പ്രധാനമാണ് ക്ലാരിറ്റി വേണം. അപ്പോൾ എന്ത് വിഷയമാണ് പറയാൻ പോകണമെന്ന് ആദ്യമേ പറയണം. പരമസത്യത്തിനെയാണ് പറയാൻ പോകുന്നത്. രണ്ടാമത് അധികാരി. ഇത് പഠിക്കാൻ ആരാണ് അധികാരി എന്ന് പറയുന്നത്? എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും പഠിക്കാൻ പറ്റില്ല. അതിന് യോഗ്യതയുള്ള ആൾക്ക് ഒരു വിഷയം പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് സംഗീതം പഠിക്കണമെങ്കിൽ സംഗീത വാസന ഉണ്ടായിരിക്കണ്ടേ? അല്ലേ? അതൊരു അടിസ്ഥാന യോഗ്യതയാണ്. ഒരാൾക്ക് ചിത്രം വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ അടിസ്ഥാന യോഗ്യത വേണം. ചിത്രം വരയ്ക്കാനുള്ള ഒരു വാസന വേണം. അല്ലാതുപോലെ പറ്റില്ല. അപ്പോൾ അതുപോലെ ഈ പരമസത്യത്തിനെ അറിയാൻ ആരാണ് അധികാരി, ഹു ഈസ് ക്വാളിഫൈഡ് എന്നത് അത് പറയണം. വിഷയം അധികാരി. പിന്നെ സംബന്ധം. ആ വിഷയവും അയാളായിട്ട് ബന്ധം വേണം. ഒരു ബന്ധമില്ലാത്ത വിഷയം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാവും. നമുക്കൊരു ബന്ധമില്ല. ആ വിഷയം എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പോൾ അടുക്കളയിൽ അരി കൂട്ടാൻ വയ്ക്കുന്ന ഒരു വീട്ടമ്മയോട് വിമാനശാസ്ത്രം വിളിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആണോ? എന്നാൽ ആവശ്യമില്ല. ആവശ്യമുള്ള വിഷയം പഠിക്കാവോ? ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പഠിക്കരുത്. അപ്പോൾ ബന്ധം വേണം. ആ വിഷയവും അധികാരിയായിട്ട് ബന്ധം വേണം. നാലാമത് ആ വിഷയം പഠിച്ചാൽ പ്രയോജനം വേണം. പ്രയോജനം ഇല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിഷയം, സംബന്ധം, അധികാരി, പ്രയോജനം. ഈ 4 കാര്യങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് നിയമം. ഇപ്പോൾ ശാസ്ത്രമാവുള്ളൂ. ഭാഗവത കഥയൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കഥ ഇങ്ങനെ കേട്ടു പോകും. ഇതിൻ്റെ അടിസ്ഥാനവും ശാസ്ത്രവും ആരും പഠിക്കില്ല, പറയില്ല. ഈ ശാസ്ത്രഗ്രന്ഥം ആയതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ആദ്യമേ പറയണമെന്നാണ് നിയമം. ഇവിടെ ആദ്യത്തെ 2 ശ്ലോകം. ഈ 2 ശ്ലോകത്തിൽ 4 കാര്യങ്ങളാണ് പറയുക. പുസ്തകമണിയെടുത്ത് ഇത് ഭാഗവതത്തിൽ ആദ്യത്തെ 2 ശ്ലോകം. നമുക്ക് ആ 3 ശ്ലോകം എന്നൊക്കെ പറയാൻ പറ്റില്ല. ആ 2 ശ്ലോകത്തിൽ എന്തൊക്കെയാ പറയാം? വിഷയം, അധികാരി, സംബന്ധം, പ്രയോജനം. ഈ 4 കാര്യങ്ങൾ 2 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിന് അത്രയും പ്രാധാന്യം. ഭാഗവതത്തിൻ്റെ ഈ ആദ്യത്തെ ശ്ലോകത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ വംശീധരൻ പറഞ്ഞൊരു ആചാര്യനുണ്ട്. വംശീധരൻ്റെ വ്യാഖ്യാനം വളരെ പ്രസിദ്ധമാണ്. ഈ വംശീധരൻ ആചാര്യൻ ഈ 1ാമത്തെ ശ്ലോകത്തിന് 100 വിധം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. 100 വിധത്തിനാണ് ആ ഒറ്റ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത്. 100 വിധം. ഗണപതിയെ സംബന്ധിക്കുന്ന അർത്ഥമുണ്ട്, സരസ്വതിയെ സംബന്ധിക്കുന്ന അർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. 100 വിധം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ആദ്യത്തെ 3 ശ്ലോകം. ആ 3 ശ്ലോകം പഠിച്ച ഭാഗത്തിന് പിന്നെ ഇസ്കോണിൻ്റെ ഒരു സ്വാമി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഈ 3 ശ്ലോകം പഠിച്ചാൽ ഭാഗവതം ഏതാണ്ടായി. അതിൻ്റെ വിശദീകരണം അതിൻ്റെ വാർത്ത എക്സ്പാൻഷനാണ് വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ വിഷയം എന്താണെന്ന് പറഞ്ഞു. എന്താ വിഷയം? സത്യം പരമമായ സത്യമാണ് വിഷയം. ആ സത്യത്തിനെ കാണിക്കാൻ വേണ്ടി സത്യമല്ലാത്തതിനൊക്കെ പറയുകയാണ് ആദ്യം. ഇത് തടസ്സലക്ഷണം പറയും. ഒരു വിഷയത്തിന് നമ്മൾ പഠിപ്പിക്കാൻ 2 മാർഗമുണ്ട്. ഒന്നുകിൽ തടസ്സലക്ഷണം, അല്ലെങ്കിൽ സ്വരൂപലക്ഷണം എന്ന് പറയും. തടസ്സലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കാണിക്കാൻ വേണ്ടി അതല്ലാത്തതിനൊക്കെ പറയാം. എന്നിട്ട് അതല്ല എന്ന് പറയും. ഇപ്പോൾ ഈ പുസ്തകത്തിനെ പറയാൻ വേണ്ടിയിട്ട് ഇത് മേശയല്ല, തുണിയല്ല പറഞ്ഞ് ബാക്കി എന്തുണ്ടാവും? പുസ്തകമാണ്. അപ്പോൾ പുസ്തകം അറിയും. ഒരു ശാഖാദം തന്നെ ആയെന്ന് പറയും. ഇപ്പോൾ കർത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടുത്തെ ചന്ദ്രൻ ഉദിച്ചു. കിഴക്കേറ്റത്ത് ചെറിയൊരു ചന്ദ്രക്ക കാണാനുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു കാണാനില്ല, അങ്ങനെ തർക്കമായി. അപ്പോൾ കണ്ട ആൾ പറഞ്ഞു അവിടെ ഒരു മരം നിൽക്കണുണ്ടോ? മരം കണ്ടു. മരത്തിൻ്റെ തെക്കോട്ട് പോയ കൊമ്പ് കണ്ടു. അതിൻ്റെ മുകളിൽ ചിരിക്കൊമ്പ് കണ്ടു, അത് കണ്ടു. ഒരു 2 ഇല കണ്ടു. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ നോക്കാൻ പോയി. അല്ലേ? അപ്പോൾ ചന്ദ്രനെ കാണിക്കാൻ വേണ്ടി ചന്ദ്രൻ അല്ലാത്തവനൊക്കെ പറയില്ലേ? ഞാൻ തടസ്സലക്ഷണം എന്ന് പറയാം. പിന്നെ സ്വരൂപലക്ഷണമുണ്ട്, വസ്തുവിനെ നേരിട്ട് പറയാം. ഭാഗവതത്തിൽ ആദ്യം തടസ്സലക്ഷണമാണ് പറഞ്ഞത്.
ആ പരമസത്യത്തിനെ പറയാൻ വേണ്ടി ആ സത്യമല്ലാത്തതിനൊക്കെ പറയും. ജന്മാദ്യസ്യേതാം, ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ജന്മ ആദി എന്ന് പറഞ്ഞാൽ ജന്മം തുടങ്ങിയവ, ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. ഇത് മൂന്നും ഏതിലാണോ ഉണ്ടായത് അതാണ് പരമസത്യം. അന്യയാതി ഇതരദശ, കൂടിച്ചേർന്നും വേർപിരിഞ്ഞും കാണപ്പെടുന്നതൊക്കെ. കൂടിച്ചേരുമ്പോൾ ഒന്നായിട്ട് തോന്നും, വേർപിരിയുമ്പോൾ മറ്റൊന്നായിട്ട് തോന്നും, വേർപിരിയുമ്പോൾ നൂലായിട്ട് തോന്നും, കൂടിച്ചേരുമ്പോൾ വസ്ത്രമായിട്ട് തോന്നുന്നുണ്ട്. അല്ലേ? അപ്പോൾ കൂടിച്ചേർന്നും വേർപിരിഞ്ഞും കാണുന്നതൊക്കെ ആ പരമസത്യം തന്നെയാണെന്നത്. അർത്ഥേഷ് അഭിജ്ഞ സ്വരാട്ട്, അതിൻ്റെ സ്വരൂപം അറിയാൻ വളരെ പ്രയാസമാണ്. സ്വരാട്ടെന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നതാണ്. അഭിജ്ഞന്മാർക്ക് അറിവുള്ളവർക്ക് അതിൻ്റെ സ്വരൂപം മനസ്സിലാവും, അല്ലാത്തവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. തേനെ ബ്രഹ്മഹൃദായ ആദികവയെ, ഏതൊരു സത്യമാണോ ആദികവിയുടെ ഹൃദയത്തെ പ്രകാശിച്ചു. ആദികവിയുടെ ഹൃദയത്തെ പ്രകാശിച്ചു. ഏതാണ് ആദികവി? ഇല്ല, വാൽമീകി അല്ല. വാൽമീകി കവിത എഴുതിയതാണ്. ആദികവി ബ്രഹ്മാവാണ്. ബ്രഹ്മാവാണ് ആദികവി. ഈ പ്രപഞ്ചമാകുന്ന കവിത എഴുതിയാൽ ബ്രഹ്മാവല്ലേ. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത് ഈ സത്യമാണ്. അത് നമുക്ക് ഇപ്പം നമ്മൾ വായിച്ചതിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ ചതുശ്ലോകി ഭാഗവതം. അപ്പോൾ ചതുശ്ലോകി ഭാഗവതമായിട്ട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിച്ചത് ഈ സത്യമാണ്. തേനെ ബ്രഹ്മഹൃദായ ആദികവയെ. അവിടെ തേൻ എന്നുള്ള വാക്കിന് ഗജമുഖൻ എന്നർത്ഥമുണ്ട്, ആന എന്നർത്ഥമുണ്ട്. നമ്മൾ ഗണപതിയെ സംബന്ധിക്കുന്ന അർത്ഥമുണ്ട് അശോകൻ. അപ്പോൾ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയൽ സൂര്യ, അറിവുള്ളവർ പോലും, സൂര്യൻ എന്ന് വെച്ചാൽ അറിവുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ പോലും ഇതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. മുഖ്യം ഇത് മോഹിക്കുന്നതാണ്. എന്താണെന്ന് പറയാൻ വയ്യ. എന്നാൽ അതുണ്ട്, പക്ഷെ എന്താണെന്ന് പറയാൻ വയ്യ. കാരണം അതിന് നാമമില്ല, രൂപമില്ല, ഗുണമില്ല, കർമ്മമില്ല. ഇപ്പം എങ്ങനെ പറയും? ഒരു വസ്തുവിനെ നമ്മൾ പറയണമെങ്കിൽ ഒന്നുകിൽ അതിന് പേര് വേണം, അല്ലെങ്കിൽ രൂപം വേണം, അല്ലെങ്കിൽ ഗുണം വേണം, അല്ലെങ്കിൽ കർമ്മം വേണം. ഇല്ലാണ്ട് എങ്ങനെ ഒരു വസ്തുവിനെ പറയാൻ പറ്റും? അല്ലേ? ഒരു കാര്യം നമ്മൾ വേറെ ആൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പേര് പറയണം. പേരറിഞ്ഞൂടെങ്കിലോ അതിൻ്റെ ആകൃതി പറഞ്ഞാൽ മതി. ആകൃതി പറഞ്ഞാലും നമുക്ക് ഇതാണ്ട് മനസ്സിലാവും. അതായത് ഗുണം പറഞ്ഞാൽ മതി. ചൂടുണ്ട് എന്ന് എന്താ അറിയാം? അഗ്നി ഉണ്ടെന്നറിയാം. അല്ലേ? കർമ്മം വേണം, അതിങ്ങനെ ചലിക്കുന്നതാണ്, കാറ്റ്. കർമ്മം കൊണ്ട് അറിയാം. ഈ ബ്രഹ്മത്തിന് അല്ലെങ്കിൽ പരമസത്യത്തിന് ഈ നാലുമില്ല. അതിന് നാമമില്ല, രൂപമില്ല, ഗുണമില്ല. ബ്രഹ്മത്തിന് ഈ പറഞ്ഞ നാലില്ല. ഈ പറഞ്ഞ വാക്കിന് തെറ്റാണ്. ബ്രഹ്മത്തിന് പേരില്ല എന്നാണ് ശരിയാണ്. ബ്രഹ്മം തന്നെ പേരില്ലേ? ബ്രഹ്മ നാമല്ല, അതിൻ്റെ വിശേഷണമാണ്. ബൃഹത്തായതെന്നാണ്. എല്ലായിടത്തും നടന്നേക്കുന്നതാണ് ബ്രഹ്മം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്താണെന്ന് പറയാൻ വയ്യ. എന്തുപോലെ വെച്ചാൽ പഞ്ചസാരയുടെ സ്വാദ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? പഞ്ചസാരയുടെ എന്താ? മധുരം. മധുരം എന്താണെന്ന് ചോദിച്ചാലോ അറിയാം? മധുരം എന്താ? അത് ചിലത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ബ്രഹ്മത്തിനെ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അത് മുഖ്യന്തി എൽസുവരും പിന്നെ പറയണില്ലേ? അത് ഈ പറഞ്ഞ പോലെ കുരുടൻ ആനയെ കണ്ട പോലെ എന്ന് പറയില്ലേ രാമകൃഷ്ണൻ? 4 കുരുടന്മാരെ ആനയെ കാണാൻ പോയി. എന്നിട്ട് ഇവിടെ വന്ന് തർക്കാണ്. ഇയാൾ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആന എന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള ഒരു കമ്പിയാണെന്നാണ്. എന്നാൽ വാല വിളിച്ചു നോക്കിയത്. വേറെ ആൾ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ നല്ല തൂണ് പോലെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ കാല വിളിച്ചു നോക്കിയത്. വേറെ ആൾ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ പാറക്കെട്ട് പോലെ ഇരിക്കും. വയറാ തട്ടി നോക്കിയത്. 4-മത്തെ ആൾ പറഞ്ഞു നിങ്ങൾ 3 പേരുടെ തെറ്റാണ്. ആന എന്ന് പറഞ്ഞാൽ മുറം പോലെ ഇരിക്കുന്ന ആൾ. അത് ശരി വിളിച്ചിട്ട് അതാണ് മുഖ്യന്തി സൂര്യയാണ്. അപ്പോൾ ഓരോരുത്തരും പലതും പറയും. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. അനുഭവവേദ്യമാണ്. അതെങ്ങനെ അറിയും? എന്നാൽ പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സാധനം ഇല്ല. ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഇല്ല എന്ന് പറയുന്നത് ആൾ വേണം. അല്ലേ? ആ ആളില്ലേ? ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വേണ്ടേ? ഞാൻ ഉണ്ടെങ്കിലേ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഞാനാരാ? ഞാൻ പരമസത്യം. ബാക്കിയൊക്കെ വിദ്യയാണ്. ഇത് പരമസത്യത മാത്രമേ ഉള്ളൂ. ഈ ഞാൻ എന്ന് പറയുന്ന ബോധമുണ്ടല്ലോ, അത് മാത്രമേ സത്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എന്താണെന്ന് പറയാൻ വയ്യ. മുഖ്യന്തിയൽ സൂര്യ ഏനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയൽ സൂര്യ. അപ്പോൾ അറിവുള്ള ആളുകൾ പോലും അതെന്താണെന്ന് പറയാൻ വിഷമിക്കും. കാരണം അതിന് പ്രത്യേകിച്ച് നാമരൂപ ഗുണകർമ്മങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് പറയാൻ വയ്യ. അപ്പോൾ ജന്മാദ്യസ്യേത അന്വയാത് ഇതരസ്യ അർത്ഥേഷ അഭിജ്ഞസ്വരാൽ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയൽ സൂര്യ തേജോ വായുമൃതാം യഥാവിനിമയോ. തേജസ് നമ്മുടെ അഗ്നി.
വാരി എന്ന് പറഞ്ഞാൽ ജലം, മൃത്തം എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ നടക്കും. ഈ പഞ്ചഭൂതങ്ങൾ അത് തന്നെയാണ്, ആ സത്യം തന്നെയാണ് പഞ്ചഭൂതങ്ങളായത്. അതെന്തായാലേ ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്കുണ്ടെന്ന് തോന്നാം. ഒരു വസ്തുവിടെ ഉള്ളതുകൊണ്ടാണ് മറ്റൊന്നായിട്ട് തോന്നാം. ഒരാൾ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുമെങ്കിൽ അവിടെ കയറുണ്ടായിരിക്കണ്ടേ അല്ലേ? അപ്പോൾ അതേപോലെ ആ ബോധം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്ക് തോന്നാം. ബോധമില്ലാത്ത ആൾക്ക് പ്രപഞ്ചം ഉണ്ടാകും. ആലോചിച്ച് നോക്കാം, നമ്മൾ സുഖമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ലോകമുണ്ടോ? സുഖമായിട്ട് ഇറങ്ങുമ്പോൾ ലോകം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കില്ല അല്ലേ? അപ്പോൾ അത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതായ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ സ്വരൂപം തന്നെയാണ്. തേജോ ആര്യവിനയോ എത്ര ത്രിസർഗോ മൃഷ. ത്രിസർഗം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. ഇത് മൂന്നും തോന്നലാണെന്നർത്ഥം. മൃഷ എന്ന് വെച്ചാൽ തോന്നലാണ്, വ്യാജെന്നർത്ഥം. എത്ര ത്രിസർഗവും മൃഷ. മൃഷ എന്ന് വെച്ചാൽ കളവെന്നർത്ഥം, കളവാണ്. ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് ഒരു കളവാണ്. എന്താ ഇങ്ങനെ കളവാകുക? മാല ഇടുന്നത് കളവല്ലേ സത്യം പറഞ്ഞത്? ഇപ്പം നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് കളവല്ലേ? വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? മൂലി കിട്ടിയിട്ടേ ഉള്ളൂ. പ്രപഞ്ചം ഉണ്ടെന്ന് പറയുന്നത് ശരിക്കൊരു കളവല്ലേ? തോന്നല്ലേ? അതാണ് എത്ര സർഗോഷ. പിന്നെ അത് തേജസ്സായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും ഭൂമിയായിട്ടും ഒക്കെ കാണപ്പെടുന്നത് ഈ ബ്രഹ്മത്തിൻ്റെ ആരോപിക്കപ്പെടുന്നതാണ്. പിന്നെ ധാമ്ന സ്വേന സദാ നിരസ്ത ഗുഹം. പിന്നെ അതുണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? ഇങ്ങനെയാണ് ഈ സാധനം ഇല്ലാന്ന് പറഞ്ഞത്. ഞാനുണ്ടെന്നതിന് തെളിവാണ്. ഞാനുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാലത്ത് എണീക്കുമ്പോൾ അടികാലത്ത് നോക്കാറുണ്ട്, ഞാനുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഞാനുണ്ടെന്നതിന് തെളിവ് വേണ്ട, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിൻ്റെ പ്രൂഫ് വേണ്ട. ഒരു വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് കത്തിയിട്ടുണ്ടെന്ന് പറയാൻ ടോർച്ച് അടിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ആണോ? വിളക്കിനെ കാണാൻ വിളക്ക് വേണ്ട. എന്ന പോലെ എന്നെ അറിയാൻ എനിക്ക് വേറെ ഉപാധിയുടെ ആവശ്യമില്ലല്ലോ, ഞാനുണ്ട്. ധാമ്നാസ്വേന സദാ നിരസ്ത ഗുഹം. അതാണ് ആ പരമസത്യം. അപ്പോൾ ആ വിഷയം എന്താണെന്ന് ആദ്യം പറഞ്ഞു. അതിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞതേ. ഇത് വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയാൽ, പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ വ്യാഖ്യാനമൊക്കെ നോക്കിയാൽ അനേകം പേജുകൾ, അല്ലേ? എത്രയോ പേജാണ് അത് വ്യാഖ്യാനിച്ചത്. വളരെ ഗഹനമായിട്ട് ശ്ലോകമാണത്. പിന്നെ ആ ശ്ലോകത്തിന് വേറെ പ്രത്യേകതയാണ്. അത് ആരംഭിച്ചത് ജന്മാദ്യസ്യ ഏതാണെന്നല്ല. ഇത് ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വേദവ്യാസൻ വേദങ്ങൾ വിഭജിച്ച് വേദതത്വങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ എഴുതിയത്. അപ്പോൾ വേദം അവസാനിക്കുന്നിടത്താണ് പുരാണം തുടങ്ങുന്നത്. വേദം തത്വങ്ങളാണ്, പുരാണം കഥകളാണ്, അല്ലേ? അപ്പോൾ കഥകളാകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ വേദം അവസാനിക്കുന്നിടത്താണ് പുരാണത്തിൻ്റെ തുടക്കം. വേദത്തിലെ ആശയങ്ങൾ മുഴുവൻ വേദവ്യാസം ഒരു 4 സൂത്രങ്ങളിൽ ഒതുക്കി. അങ്ങനെയാണ് ബ്രഹ്മസൂത്രങ്ങൾ എന്ന് പറയുന്നത്. 4 സൂത്രങ്ങളാണ്. അതിൽ രണ്ടാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യത. ആദ്യത്തെ സൂത്രം അഥാതോ ബ്രഹ്മജിജ്ഞാസാണ് ആദ്യത്തെ സൂത്രം. രണ്ടാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യത. അതിൽ നിന്നാണ് ഭാഗവതത്തിന് തുടക്കം. ഇവിടെ വേദം അവസാനിച്ചിട്ടാണ് പുരാണം തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇപ്പോൾ ജന്മാദ്യസ്യത എന്നുള്ളത് ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ്. പിന്നെ ധീമഹി എന്നുള്ള പദമാണ്, ഗായത്രിയുടെ പദമാണ് ധീമഹി, അല്ലേ? അപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ ആരംഭിച്ച് ഗായത്രിയിൽ അവസാനിക്കുകയാണ് ഈ ശ്ലോകം. എത്ര ഗഹനമെന്ന് ആലോചിക്കുമ്പോൾ, അല്ലേ? ബ്രഹ്മസൂത്രങ്ങൾ തന്നെ എത്ര കാലം പറഞ്ഞാലാണ് തീരുക? ഗായത്രിയുടെ അർത്ഥം എത്ര പറഞ്ഞാലാണ് തീരുക? അപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ ആരംഭിച്ച് ഗായത്രിയിൽ അവസാനിക്കുന്ന ശ്ലോകമാണ് ഈ ശ്ലോകം. അത്രയും പ്രാധാന്യമുള്ളതാണ്. ആ ഒരു ശ്ലോകം തന്നെയാണ് ഭാഗവതം. ഈ പരമസത്യം തന്നെയാണ് പല കഥകളിൽ കൂടി, പല ഉപാഖ്യാനങ്ങളിൽ കൂടി, പല സ്തുതികളിൽ കൂടി ഒക്കെ പറയുന്നത് ഈ പരമസത്യം തന്നെയാണ്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഭാഗവതം കേൾക്കാൻ. അല്ലാണ്ട് വെറുതെ കഥ പറഞ്ഞ് നമ്മൾ ഭ്രമിപ്പിക്കാനല്ല. കഥകളൊക്കെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഭാഗവത്തിൽ ഓരോ കഥയും പറയുമ്പോൾ ആ കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കലല്ല ലക്ഷ്യം. രസമുണ്ടാവും, രസം വേണം. രസം വന്നാലേ ആകർഷകത്വം വരുള്ളൂ. പക്ഷെ ലക്ഷ്യം അതല്ല. മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിൻ്റെ ലക്ഷ്യം രോഗം മാറുമല്ലേ? അതേപോലെ കഥ കേൾക്കുന്നതിൻ്റെ ലക്ഷ്യം കഥ കേൾക്കലല്ല. ആണോ? കഥ കേൾക്കലല്ല, ലക്ഷ്യം ഈ തത്വം അറിയലാണ്. അപ്പോൾ ആ തത്വം എന്താണ് വിഷയം എന്ന് ആദ്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി ശ്ലോകം ഭാഗവതം അവസാനിക്കുമ്പോഴോ സത്യം ബലം ചെയ്യുന്നതാണ് അവസാനിക്കുക. കസ്മൈ വിഭാഷിതോയ മുതലോ ഒന്നത് തുടക്കം. കസ്മയിച്ച ബ്രഹ്മാവിനായിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചു. പിന്നെ അവസാനം എന്ത് പറയും?
സത്യം തത്വജ്ഞാനം വിരാഗ ഭക്തിസഹിതം നൈഷ്കരണം ആവിഷ്കൃതം തത് സുഷ്മൻ നിമിഷം വിചാരണപരോ ഭക്തിയാവിമുക്ഷേനരാന്ന് പറഞ്ഞിട്ട് സത്യം പരം ധീമി അവസാനിക്കുന്നു. 19-ാമത്തെ ശ്ലോകം, 13-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം. അപ്പോൾ ഭാഗവതം ആരംഭിച്ചത് സത്യം പരം ധീമഹി എന്നാണ്. ഭാഗവതം അവസാനിക്കുന്നത് സത്യം പരം ധീമഹിയിലാണ്. ഇനി നരസിംഹാവതി പറയുമ്പോൾ സത്യം വിധാതും വിധൃത്യവാക്യം സത്യം. കൃഷ്ണാവതാരം പറയുമ്പോൾ സത്യപ്രദം സത്യപരം സത്യം നിലവാരം ഭാഗവതം ആമൂലാഗ്രഹം അല്ലേ ആരംഭത്തിൽ